ഉണ്ടാക്കാൻ പോകുന്നത് ഡാക്കോറിൻ്റെ ഇൻസ്റ്റൻറ്റ് ഗോട്ട റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇതുപോലെ ആയിട്ടുള്ള പാക്കറ്റ് നമുക്ക് കിട്ടും മേടിക്കാനാണ് തയ്യാറായിട്ട്. ഇതുപോലൊരു പാക്കറ്റ് മേടിക്കുക, അത് നമുക്ക് ഇനി ഉണ്ടാക്കാം. അതിനകത്തൊരു പാക്കറ്റ് വേറെയും കൂടെ ഉണ്ട്, അത് നമുക്ക് പൊട്ടിച്ച് നമുക്കത് എങ്ങനെയാണ് ചെയ്യണം. പിന്നെ അതിൻ്റെ പിന്നിലൊക്കെ ഇതുപോലെ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന്. അതുപോലെ നമുക്ക് ഉണ്ടാക്കാം. നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയത് ഗോട്ട കഴിക്കാനായിട്ട്. ഡാക്കോർ എന്ന് പറഞ്ഞാൽ ഡാക്കോറിൻ്റെ ഇവിടെ ഗുജറാത്തിലൊരു അമ്പലമുണ്ട്, അവിടെ ഫേമസ് ആയിട്ടുള്ള ഗോട്ടയായത്. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോഴൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ നമുക്ക് പുറത്തൊക്കെ ഇതുപോലെ കിട്ടും നമുക്ക് മേടിച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കത് വീട്ടിലും ആയാലും ഇതുപോലെ ഒരു പാക്കറ്റ് മേടിച്ച് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതിനകത്ത് നമുക്ക് ഈ പാക്കറ്റ് പൊട്ടിച്ചൊരു ബൗളിട്ടിടാം. പിന്നെ അതിനകത്തൊരു ചട്നിയുടെ പാക്കറ്റും ഉണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കാണെങ്കിൽ 280 ml വെള്ളം നമുക്ക് എടുക്കണം. മെഷറിംഗ് കപ്പ് ഉള്ളവരാണെങ്കിൽ അതനുസരിച്ച് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലൊരു ഗ്ലാസ് എടുത്തിട്ട് അതിനകത്തൊരു ഗ്ലാസ് വെള്ളം എടുക്കുക. എന്നിട്ട് ആ വെള്ളം നമുക്ക് കുറേശ്ശെ ആയിട്ട് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കല്, അല്ലെങ്കിൽ കട്ട വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതിന് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് മിക്സാക്കി ഒരു സൈഡിൽ തന്നെ വേണം മിക്സാക്കിക്കൊണ്ടിരിക്കാനായിട്ട്. മുഴുവൻ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് 15 മിനിറ്റിന് വേണ്ടി റെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. നമുക്ക് നല്ല ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാനായിട്ടുള്ളത് അത് നമുക്ക് 1/2 കപ്പ് വെള്ളം എടുക്കുക. നിങ്ങളുടെ മെഷറിംഗ് കപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ അളന്ന് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് 100 ml വെള്ളം നമുക്ക് വേണം എടുക്കാനായിട്ട്. പിന്നെ അതിനകത്ത് 80 ഗ്രാം നമുക്ക് ശർക്കരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ചട്നിയുടെ പാവുച്ച് പൊട്ടിച്ച് അതും നമുക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ഇതൊന്ന് ശർക്കരയൊക്കെ ഒന്ന് മിക്സായി അലിഞ്ഞ് വരുന്നവരെ നമുക്ക് തിളപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിനൊന്ന് നല്ലതായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നന്നായിട്ട് മിക്സാക്കി നമുക്കൊന്ന് ചട്നി റെഡിയാക്കി എടുക്കാം. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഇതേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതിൻ്റെ അടുത്തുള്ള ഓളുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കാണെങ്കിൽ നോക്കാം, നമ്മുടെ ബാറ്ററൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഞാൻ പിന്നെ എണ്ണ ചൂടാക്കാനായിട്ട് വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചൂടായിട്ടിരിക്കുന്ന എണ്ണയിലോട്ട് നമുക്ക് ഈ ഗോട്ട ഇതുപോലെ ഒന്ന് കൈ ഒന്ന് താത്ത് വെച്ചിട്ട് വേണം പതുക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. എണ്ണയൊന്നും തെറിക്കാതെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ പുറത്തുനിന്ന് നന്നായിട്ട് ക്രിസ്പി ആവും, പെട്ടെന്ന് ബ്രൗൺ ആവും, പിന്നെ ഉള്ളിൽ നിന്ന് പച്ചയായിരിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. നല്ലതായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കണക്ക് എല്ലാ ഗോട്ടയും നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. നല്ല സിമ്പിളായിട്ട് വീട്ടിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ പിന്നിലൊക്കെ എഴുതിയിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് അത് ഫോളോ ചെയ്യണമെന്ന് വെച്ചാൽ ആ റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഡാക്കോറിൻ്റെ ഫേമസ് ഗോട്ട റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളിത് തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം, നിങ്ങൾക്കിത് ഇഷ്ടമായോന്ന്. അങ്ങനെ ഇത് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഇത് നമുക്ക് കോരി മാറ്റാം, നമുക്ക് ചട്നിയുടെ കൂടെ സെർവ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.